നിങ്ങൾക്ക് യൂട്യൂബിലൂടെ വരുമാനം വേണോ? അതും ഫേസ് കാണിക്കാതെ. ലേഡീസിന് ഒരു 10 നോർമൽ ടൈപ്പ് എളുപ്പത്തിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഫേസ് കാണിക്കാത്ത കുറച്ച് ചാനലാണ് ഞാൻ പറയണേ. അതിന്റെ കൂടെ എന്റെ കഴിഞ്ഞ 5-6 വർഷത്തെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടുപിടിച്ച എനിക്ക് ഓക്കെയാണ്, നമ്മളെ മലയാളീസിന് കേരളീസിനും ഒക്കെ ഓക്കെയാണെന്ന് തോന്നുന്ന ഒരു 5 ചാനലുകൾ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് നല്ല ഹെൽപ്പിംഗ് ആയിരിക്കും. യൂട്യൂബിലൂടെ റവന്യൂ ഉണ്ടാക്കുന്ന ഏതൊരാൾക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ചാനൽ ഐഡിയാസ് ആണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ചിലരൊക്കെ പറഞ്ഞേ ഫേസ് കാണിക്കാതെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, വ്യൂസ് വരുന്നത് വളരെ കുറവാണ്. ചില ആളുകൾ പറഞ്ഞു ഫേസ് ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു വ്യൂ പോലും വരുന്നില്ല എന്നുള്ളത്. ചില ആളുകൾ ചെയ്യുന്ന കണ്ടന്റ് അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ചില ആളുകൾ അവർ ലിങ്ക് അയച്ചിരുന്നു. ജസ്റ്റ് നിങ്ങൾ ചാനൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് ലിങ്ക് അയച്ചുതരാം. ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. ഈ ഫേസ് കാണിച്ചിട്ടും വ്യൂ കിട്ടാത്ത, അല്ലെ ഫേസ് കാണിക്കാതെ നിങ്ങൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയിട്ടും അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കാറ്റഗറി ആയിട്ടുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്, എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരുപാട് ആളുകൾക്ക് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ചാനൽ നോക്കി അതിന്റെ അനലിറ്റിക്സിലാണ് അത് ശരിക്കും ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതിന്റെ ഒരു കറക്റ്റ് ആൻസർ കിടക്കുന്നത്. അപ്പൊ അനലിറ്റിക്സ് നോക്കാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. എന്ന് പറഞ്ഞാല് ലേഡീസിന് മാത്രമായി ഈ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലേഡീസ് ഞങ്ങളുടെ ഷീഗ്രേഡേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ ചാനലിന്റെ ലിങ്കും നിങ്ങളുടെ പേരും നിങ്ങളുടെ ആ ഒരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. ഇനി അതല്ല നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മുടേതായ കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് A2Z കോഴ്സിന്റെ ഗ്രൂപ്പിലേക്കും ജോയിൻ ആവട്ടോ. ചെറിയൊരു പേയ്മെന്റോട് കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ രണ്ടും രണ്ട് ഗ്രൂപ്പാണ്. നമ്മുടെ ഏത് ഗ്രൂപ്പിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ആവാം. ഏതാണെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ വീഡിയോയിലെ കണ്ടന്റിലേക്ക് കിടക്കാട്ടോ. ആദ്യത്തെ 10 ചാനല് ഒരു നോർമൽ കണ്ടന്റ് ആണ്. എന്ന് വെച്ചാൽ ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന, അതിൽ കുറച്ച് ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാണെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അത്യാവശ്യം നല്ല റീച്ചുള്ള സംഭവങ്ങളാണ്. പക്ഷെ അത് നിങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ റീച്ച് ആവുന്നില്ല എന്നുള്ളതിന് ഒരു ആൻസർ ഉണ്ടാവും. കാരണം നിങ്ങൾ ചെയ്യുന്നതിന്റെ പ്രോപ്പറായിട്ട് വഴിയിലേക്ക് എത്താത്തതുകൊണ്ടാണ്. പൊതുവെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പൊതുവെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ചില ആളുകൾ ഫോളോ ചെയ്യുമ്പോൾ അവർ അതൊരു സക്സസിലേക്ക് എത്താറുണ്ട് കേട്ടോ. എത്താത്തതിന്റെ മെയിൻ റീസൺ നിങ്ങളുടെ കഴിവിലേക്ക് നിങ്ങൾ എത്താത്തതിന്റെ മെയിൻ കാരണമാണ്. അത് നിങ്ങൾ നിരന്തരം തേടി പിടിച്ചുകൊണ്ടേയിരിക്കുക. അതിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് റീച്ച് ഉണ്ടാവും. അപ്പൊ ഇതില് ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞത് ASMR ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നു. അത് ലേഡീസിനും കംഫർട്ട് ആയിട്ടുള്ള സംഭവമാണ്. അത് എങ്ങനെയാന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ASMR എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ആറ്റോണമസ് സെൻസറി മെറീഡിയൻ റെസ്പോൺസ് എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അതിന് ഷോർട്ട് ആയിട്ട് ASMR എന്നാണ് പറയാ. എന്ന് വെച്ചാല് നമ്മൾ ഏത് വീഡിയോ മേക്ക് ചെയ്യുകയാണെങ്കിലും അത് ഉണ്ടാക്കുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് വെച്ചിട്ടാണ് ആ വീഡിയോ മേക്ക് ചെയ്യുക. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, കുക്കിംഗ് ചെയ്യാണ്, വെജിറ്റബിൾസ് കഴുകാണ്, ആ പാത്രം നമ്മൾ ടാപ്പിന്റെ അടിയിൽ വെച്ചിട്ട് വെള്ളം അയച്ചു വിടുമ്പം ആ വെള്ളം വീഴുന്ന സൗണ്ട്, കഴുകുന്ന സൗണ്ട്, അതൊക്കെ അതിൽ നാച്ചുറൽ സൗണ്ടോട് എടുക്കും. അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല. ചില കുക്കിംഗ് വീഡിയോയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അങ്ങനത്തെ ചാനലിന് വോയിസിന്റെ ആവശ്യമില്ല, ഒരു ASMR രീതിയിലാണ് അത് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കുക്കിംഗ് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിലേക്കൊക്കെ ഇടുമ്പോഴുള്ള സൗണ്ട് നാച്ചുറൽ ആയിട്ട് തന്നെ എഫക്ട് ചെയ്യാണ്. പക്ഷെ അത് നല്ല ക്ലാരിറ്റി ഉള്ള ഫോണ്, എന്ന് വെച്ചാൽ വോയിസ് ക്ലിയർ ആയിട്ട് എടുക്കുന്ന ഫോണോ അതല്ലെങ്കിൽ മൈക്കോ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. മൈക്ക് നിങ്ങൾക്ക് ഏതൊക്കെയാണ് നല്ലത് വേണ്ടതെന്നുള്ള ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമന്റിലോ പിൻ ചെയ്ത് വെക്കാം. നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും നല്ല കംഫർട്ട് ആയിട്ടുള്ള മൈക്ക അതിന്റെ ലിങ്ക് ഞാൻ ഇതാക്കാട്ടോ. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യണം. കാരണം നമ്മൾ പലപ്പോഴും വാങ്ങുമ്പോൾ നമുക്ക് കംഫർട്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ അത് കളയാറുണ്ട് അല്ലെങ്കിൽ അത് മാറ്റി വെക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ കംഫർട്ടുള്ള മൈക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാന്നുള്ള ഏറ്റവും ബെറ്റർ. അതിൽ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, ഒന്നുകൂടി ഫോക്കസ് ചെയ്യാൻ. നല്ല രീതിയിൽ ചാനൽ കൊണ്ടുപോകുന്നവർ നല്ല മൈക്ക് വാങ്ങാൻ നോക്കാം കേട്ടോ. ഇത് ഈ ASMRന്റെ കുക്കിംഗ് വീഡിയോസ് ആണെങ്കിൽ ആ ഒരു കാറ്റഗറി. ഇനി അതല്ല, ഇനി ക്രാഫ്റ്റ് ആണ്. ക്രാഫ്റ്റ് ഉണ്ടാക്കുമ്പോഴും ഉണ്ടാവുമല്ലോ, ഇനിയിപ്പോ പേപ്പർ കട്ട് ചെയ്യുകയാണെങ്കിൽ ക്രിക്കറ്റ് സൗണ്ട് ഉണ്ടാവില്ലേ, അങ്ങനെ ഇനിയിപ്പോ എന്ത് മേക്ക് ചെയ്യുകയാണെങ്കിലും സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഇതാക്കുക. ഇനി അതല്ല, കഴിക്കുന്ന ഇതാണെങ്കിലും കഴിക്കുമ്പോൾ മൈക്ക് ശരിക്കും അടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാല് കഴിക്കുന്ന സൗണ്ട് ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടും കണ്ടന്റ് ചെയ്യുന്നവരുണ്ട്. ഈ ചൈനീസിന്റെ ഒക്കെ ഫുഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിക്കുന്നത് കുറേ കോഴിമുട്ടൊക്കെ നിരത്തി വെച്ചിട്ട് ചോറും ഇഷ്ടം പോലെ ചോറും. തമിഴിലൊക്കെ ഉണ്ട് അത്തരം വീഡിയോസ്, നല്ല റീച്ചാണ്. മലയാളീസിൽ അത്തരം വീഡിയോസ് സൂമി പറഞ്ഞിട്ട് ഒരാള് ഇൻസ്റ്റയിലുണ്ട്. പക്ഷെ അത് കഴിക്കുന്നതല്ല, എണ്ണം ഓരോ കഴിക്കുന്നതിന്റെ സംഭവമൊക്കെ പറയുന്നുള്ളൂ, വോയിസ് ഓവർ ആണ്. പക്ഷെ മലയാളീസിൽ അങ്ങനത്തെ ചാനൽ വളരെ കുറവാണ്. പക്ഷെ ഇത്തരം വീഡിയോസിന് എന്താ വെച്ചാല് വിശന്നിരിക്കുന്നവരെ കണ്ടുകൊണ്ടിരിക്കും. കാരണം അത് ആ സൗണ്ടിന് നമുക്ക് വല്ലാത്തൊരു വിശപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്തരം ടൈപ്പ് ഓഫ് വീഡിയോസ്. അപ്പൊ ഈ ഒരു കാറ്റഗറി ഏത് ടൈപ്പ് കണ്ടന്റ് ചൂസ് ചെയ്യുകയാണെങ്കിലും ചെയ്യാം. പക്ഷെ അതിനാദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നല്ല ലൈറ്റിംഗിൽ വീഡിയോ എടുക്കണം, നല്ല വോയിസ് ക്ലാരിറ്റി ഉള്ള ഫോൺ വഴിയോ മൈക്ക് വഴിയോ ആയിരിക്കണം വോയിസ് റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഫേസ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇത്രേ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ആണെങ്കിൽ ജസ്റ്റ് കൈ മാത്രമേ കാണിക്കേണ്ടുള്ളൂ. ഇനി അതും കൈയും വേണ്ടാന്നുണ്ടെങ്കിലും ജസ്റ്റ് കട്ട് ചെയ്യുന്ന ആ വീഡിയോസ്. ഇനി അതൊന്നും ഇല്ലാത്ത ASMR ഉണ്ട്. എങ്ങനെ അറിയോ? നമ്മുടെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന പ്രോസസ്സ് മാത്രമേ കാണിക്കുള്ളൂ. പക്ഷെ അതിൽ നമ്മുടെ കൈ എത്താത്ത രീതിയിൽ വീഡിയോസ് മേക്ക് ചെയ്യും. അത്തരം വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ഞാൻ ഇട്ടുതരാം കേട്ടോ. നമ്മുടെ കോഴ്സിന്റെ ഗ്രൂപ്പിൽ ഞാൻ പൊതുവെ ഇങ്ങനെ റെഫറൻസ് വീഡിയോസ് ഞാൻ അയക്കാറുണ്ട്. സീക്രട്ടീസിൽ നമുക്ക് അങ്ങനെ ലിങ്ക് അയക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ അത്തരം വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. അത് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചാനലിന്റെ അത്തരം ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഞാൻ നോക്കിയിട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഞാൻ വീഡിയോ മേക്ക് ചെയ്ത് തരാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ. രണ്ടാമത്തത് ലേഡീസിന് പറ്റിയ സംഭവമാണ് സ്റ്റഡി വിത്ത് മീ, വർക്ക് വിത്ത് മീ എന്നൊക്കെയാണത്. അത് നമ്മളിപ്പോ ഹോം ടൂർ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മൾ വീട്ടിലെ പിന്നെ എന്താ പറയാ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യൂലേ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പഠിക്കാൻ പോകുന്നവര് ഇന്ന ദിവസം എന്റെ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഒരു ലൈവായിട്ട് ചെയ്യാം. അതല്ല നമുക്ക് സെക്ഷൻ ആയിട്ട് ഓരോ ടിപ്സുകളാക്കി ഉൾപ്പെടുത്താം. ഇനി അതല്ല കുക്കിംഗ്, നമ്മുടെ ഇനിയിപ്പോ നോമ്പാണ് വരുന്നത്, നോമ്പിന് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികളെ കറക്റ്റ് ടൈമിങ്ങിന് ചില ആളുകൾക്ക് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ അറിയായിരിക്കും. പക്ഷെ ചില ആളുകൾക്ക് ടൈം ഭയങ്കര ലാഗ് ആയിരിക്കും, എന്ത് ചെയ്താലും എവിടെ എത്താത്ത അവസ്ഥയിൽ. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കഴിവുണ്ട്, അങ്ങനത്തെ അല്ല, ഇനി നിങ്ങൾ ഏതാണെങ്കിലും നിങ്ങൾക്ക് ചില കഴിവുകൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ടിപ്സുകളായിട്ട് ഷെയർ ചെയ്യണം, ലൈവായിട്ട് ക്ലാസ്സുകൾ എടുക്കണം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടിപ്സ്. അതിന് ആദ്യം വേണ്ടതാണ് ഇങ്ങനെ ഒരു സ്റ്റഡി ടേബിൾ ആണ്. ടേബിളിന്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് പേപ്പറും പെന്നും എടുത്ത് എഴുതുന്ന രീതിയിൽ, എന്നിട്ട് വോയിസ് ഓവർ കൊടുക്കാം. ഇനി അതല്ല കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിന് നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാം. ഇനി അതല്ല ഇനി വേറെ എന്തെങ്കിലും ചെയ്യുന്നത് ഓട്ടോമാറ്റിക് കാണിച്ചു കൊടുത്തിട്ട്, ഇപ്പൊ അറേഞ്ച് ചെയ്യുന്നതാണ്, ഓർഗനൈസ് ചെയ്യുന്നതാണ്, അതൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു സംഭവം ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്ന കണ്ടന്റ് ആണ് കുക്കിംഗ് ആൻഡ് ബേക്കിംഗ്. അത് ലേഡീസ് ആണ് ഒട്ടുമിക്ക ആളുകളും ചെയ്യാറുള്ളതും. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അതിൽ തന്നെ വെറൈറ്റി കണ്ടന്റുകൾ ഇപ്പോൾ പല ആളുകളും ട്രൈ ചെയ്യാൻ തുടങ്ങി കേട്ടോ. നോർമൽ എന്നുള്ള ഒരു ഓർഡിനറി കാറ്റഗറിയിൽ ഒതുങ്ങി നിൽക്കാതെ വെറൈറ്റി ആയിട്ട് പിടിക്കാൻ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്ലിക്ക് ആവും. ചില ആളുകൾക്ക് അതിൽ നർമ്മം ഇതാക്കും. ചില ആളുകൾ കുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ കഥ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കേട്ടിരിക്കാൻ രസമാണ്. അപ്പൊ കുക്കിങ്ങിന്റെ സംഭവം നടക്കും, കഥയും നടക്കും. അത്തരം കഥ പറയാൻ ആഗ്രഹമുള്ളവർക്കും ഈ ഒരു കുക്കിംഗ് വീഡിയോസ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അതല്ല ബേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ബേക്കിങ്ങിന്റെ നമ്മൾ സെയിം സംഭവം നമുക്ക് എപ്പോഴും കിട്ടണം എന്നില്ല. ചില ആളുകൾക്ക് ഓർഡേഴ്സ് കിട്ടുന്നില്ല എന്ന് പറയും. പക്ഷെ കിട്ടിയ ഓർഡേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമുക്ക് കഥകൾ പറയാനുണ്ടാവും. എന്ന് വെച്ചാൽ ബേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പ് ബേക്കിങ്ങിനെ പറ്റി ഉണ്ടാകുന്ന രീതി, അങ്ങനെ എന്തും നമുക്ക് ടോപ്പിക് ആക്കി പിന്നീട് എടുക്കാൻ പറ്റും. പിന്നെ ഒട്ടുമിക്കതും ബേക്കിംഗ് എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുപോകുന്ന ആളുകൾക്ക് പിന്നെ കണ്ടന്റ് ഒരു ക്ഷാമം ഉണ്ടാവില്ല. അതിന്റെ പിറകെ പഠിക്കാൻ വരുന്നവരായിട്ടും അങ്ങനെ ഒരുപാട് രീതിയിൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഴ്സും കൂടിയാണ് ബേക്കിംഗ് എന്നുള്ള ഓപ്ഷൻ. പിന്നെ കുക്കിങ്ങിലും ഉണ്ട് ഒരുപാട് ഓപ്ഷൻ. ഇപ്പം ഡയറ്റ് പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ഡയറ്റിംഗ് ബ്രെഡുകള്, പിസ്സ, ബ്രൗണീസ്, പിന്നെന്താ ചീസ് കൊണ്ടുള്ള വെറൈറ്റി ഐറ്റംസ്, അങ്ങനത്തെ ഒരുപാട് സംഭവം കുക്കിങ്ങിൽ വരുന്നുണ്ട്. അത്തരം വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരുണ്ട്, അത് കോഴ്സ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ അതിലൂടെ റവന്യൂ തന്നെ മേക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പറയാലോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ട്യൂട്ടോറിയൽ ആണ്. ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാവുന്ന ഏറ്റവും നല്ല സബ്ജക്റ്റ് ഏതാ അറിയോ? കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ബിഗിനർ ടൈപ്പ് ഓഫ് ആർട്ട്, ഡ്രോയിങ് അതൊക്കെ ചെയ്യുക. അത് ആളുകൾക്ക് അതിലൂടെ ക്രാഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തിക്കണം. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും വോളിലൊക്കെ ഹാങ് ചെയ്യുന്ന രീതിയിലോ, ഇനി അതിന്റെ റിസൾട്ട് ആയിട്ട് ബുക്കിലൊക്കെ ചെയ്യുമ്പോൾ അത് ഫ്രെയിം ചെയ്യുന്ന രീതിയിലോ, അങ്ങനെ പിന്നെ അതിന്റെ ഫുൾ രീതിയിൽ ചെയ്യാം. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ലേഡീസിന് ഏറ്റവും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചാനൽ ഉണ്ടാവും, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ആ പഠിപ്പിച്ചു കൊടുക്കുന്ന ജസ്റ്റ് മുകളിൽ നിങ്ങളുടെ താഴേക്ക് വീഡിയോ എടുത്താൽ മതി. ഈ മുകളിൽ നിന്ന് താഴേക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിന് ട്രൈപോഡ് വേറെയാണ് കേട്ടോ. ആ ആവശ്യമുള്ളവരൊന്ന് ചോദിച്ചാൽ മതി, അതിന്റെ ലിങ്ക് ഞാൻ തരാം. ആമസോണിലുണ്ട്. നല്ല സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നിൽക്കും. ഞാനത് മുമ്പേ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് ക്രാഫ്റ്റിന്റെ ചാനലായിരിക്കും, സ്റ്റിച്ചിങ്ങിന്റെ ചാനലായിരിക്കും, കുക്കിങ്ങിന്റെ ചാനലായിരിക്കും ഒക്കെ അത്തരം ടൈപ്പ് ഓഫ് ട്രൈപോഡ് ആവശ്യം വരും. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാം കേട്ടോ.
പിന്നെ സ്ത്രീകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ സംഭവമാണ് ഗെയിമിംഗ് ചാനലാണ്. പക്ഷെ പല ആളുകളും അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്ര വലിയ ആവശ്യകത ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഗെയിമിംഗ് നല്ല രീതിയിൽ ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗെയിമിങ്ങിന് ആഡ്സൻസ് റവന്യൂ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ക്രൈസുള്ള ആളുകൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പക്ഷെ ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രൊഫഷണലായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കേ നടക്കുള്ളൂ. അതിന് നല്ലൊരു സ്കോപ്പും ഉണ്ട്. പിന്നെ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ, അൺബോക്സിങ് ചെയ്യാം. ആ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. മീഷോന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് അൺബോക്സിംഗ് ആയിട്ട് റിവ്യൂ ആയിട്ടൊക്കെ ചെയ്യാം. അപ്പൊ അത് വിഷ് ലിങ്ക് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ റവന്യൂ ഉണ്ടാക്കാനും പറ്റും. പ്രൊഡക്റ്റ് നമുക്ക് റിവ്യൂ ചെയ്തിട്ട് യൂട്യൂബിലൂടെ റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ടോട്ടലി റവന്യൂ ഉണ്ടാക്കാനുള്ള മേഖലയാണ് ഈ ഒരു സംഭവം കേട്ടോ. അത് മാത്രമല്ല നിങ്ങൾക്ക് ഇനി ഷോപ്പ് പോയി നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പ് ഉണ്ട്, ആ ഷോപ്പിലൂടെ പോയിട്ട് നിങ്ങൾക്ക് സംഭവം വാങ്ങാൻ പറ്റും. അവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്ന് കമ്മീഷൻ കിട്ടും. പ്ലസ് നിങ്ങൾക്ക് ഇവരോട് ചെറിയൊരു പേയ്മെന്റ് കൂടുതൽ വാങ്ങുകയും ചെയ്യാം. ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് സാധനം അയക്കുകയും ചെയ്യാം. അങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഫീൽഡിന് തന്നെ അത്യാവശ്യം ഒരുപാട് സമ്പത്തിലൂടെ നമുക്ക് മേക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ അതിനൊക്കെ നമുക്കതിനൊരു പാഷൻ വേണം, ആഗ്രഹം വേണം. ഇത് രണ്ടും ഒരുമിച്ചുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിക്കാരം കേട്ടോ. പിന്നുള്ളത് മെഡിറ്റേഷൻ ആൻഡ് റിലാക്സേഷൻ ആണ്. ചില ആളുകൾ ചെയ്യുന്നതാണ്, യോഗ ഐറ്റംസ് ഒക്കെ ആളുകൾ ചെയ്യുന്നതാണ്. അപ്പൊ ആ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു പാഷൻ ആക്കിയിട്ട് യൂട്യൂബിലൂടെ നമുക്ക് വീഡിയോ ഇടാം, ലൈവായിട്ട് ക്ലാസ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഒരു ബാച്ച് ആയിട്ട് ടാസ്ക് എന്നുള്ള രീതിയിലൊക്കെ മാസം അവരിൽ നിന്ന് പേയ്മെന്റ് വാങ്ങിയിട്ട് അവരെ കോച്ച് ചെയ്യാം. പക്ഷെ അതിന് നല്ലൊരു സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ നല്ല രീതിയിൽ പ്രൊഫഷൻ കൊണ്ടുപോകാൻ പറ്റുന്ന മെഡിറ്റേഷൻ, റിലാക്സേഷൻ എന്ന് പറഞ്ഞ രണ്ട് സെക്ഷനാണ് കേട്ടോ. അതും ഫേസ് കാണിക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇന്ന് ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്ന സാധനമാണ്, വീഡിയോ കാണുന്നതാണ്, ആളുകൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ അത്തരം രീതിയിൽ പാഷനുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നുള്ളത് ട്രാവൽ വ്ളോഗ് ആണ്. ചില ആളുകൾ സോളോ ട്രിപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. ചില ആളുകൾ ഇപ്പോൾ തന്നെ നമ്മൾ നബി സുമ്മാനെ പോലെ ആളുകൾക്കൊക്കെ കാശ്മീർ പോകാൻ തുടങ്ങി. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ട്രാവൽ വ്ളോഗ് ഇനി വേറെ എവിടെയും പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ച് വീഡിയോ ചെയ്യാം. അതിലൊരു പുതുമ ഉണ്ട്, അതിലൊരു വെറൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും ആ ചാനലും റീച്ച് ആവും. അത് റീച്ച് ആവാൻ വേണ്ടി പണിയെടുക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ചാനലിന് എത്രത്തോളം റീച്ച് വരുന്നുണ്ട്, എങ്ങനെയൊക്കെ ഓഡിയൻസ് വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ടെക് ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ, സാധാരണ ഇതുപോലെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നതിനെ പറ്റിയോ അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടെക് കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ലേഡീസിനും ട്രൈ ചെയ്യാൻ പറ്റും. ഇത് ആണുങ്ങളെ മാത്രം കുത്തകയൊന്നുമല്ല, നിങ്ങൾക്കും ട്രൈ ചെയ്യാം കേട്ടോ. അതുപോലെ ഗാഡ്ഗറ്റ്സിന്റെ വീഡിയോസ് ഒക്കെ. പിന്നെ ഇതിലുള്ളതാണ് ഫിറ്റ്നസ് ആൻഡ് യോഗ. നേരത്തെ മൈൻഡ് റിലാക്സിങ് പറഞ്ഞ പോലെ തന്നെയാണ് ഫിറ്റ്നസ് ആൻഡ് യോഗ. യോഗ ക്ലാസ് എടുക്കുന്നവരുണ്ട്, അതുപോലെ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഫേസ് കാണിക്കാതെ തന്നെ ഫിറ്റ്നസ് ട്രെയിനിങ്ങിന്റെ ക്ലാസ്സുകൾ എടുക്കാം. അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് എടുക്കുന്ന, കേരളത്തിൽ എങ്ങനെ ചെയ്താലും വിജയിക്കും ചാൻസ് ഉള്ള ഒരു കുറച്ച് 5 സബ്ജക്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഈ ഒരു സബ്ജക്റ്റിന് ഞാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യുക, അതിൽ വീഡിയോ ഇടുക, അത് റീച്ച് ആവുക. ഇപ്പൊ പല ആളുകളും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നു, വീഡിയോസ് ഇടുന്നു, റീച്ച് ആവുന്നില്ല. ഈ ഒരു പരാതി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കണം. വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യണം. അത് പറ്റുവാണെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് ചെയ്യാൻ നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചാൽ മതി, നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ വന്നാൽ മതി. അപ്പൊ ഇതില് ടോപ്പ് 1 ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തത് എന്താ അറിയോ, ഗാർഡൻ വീഡിയോസ് ആണ്. ഇപ്പം കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അടുത്ത കൃഷി ചെയ്യുന്നവരുണ്ട്, അവരെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ചെയ്യാൻ അതിൻ്റെതായ രീതി ചെയ്യാനുണ്ടോ. ഇനി അതല്ല വീട്ടില് ഉമ്മാക്കോ ഇനി വീട്ടിലെ സിസ്റ്റേഴ്സിനോ ആർക്കെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഗാർഡൻ നല്ല അടിപൊളിയാക്കണം ക്രൈസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ രീതി നിങ്ങൾ സ്റ്റെപ്പ് ആയിട്ട് തന്നെ വീഡിയോ ഉണ്ടാക്കാം. ഒട്ടും കണ്ടന്റ് ക്ഷാമമില്ലാത്തൊരു സബ്ജക്റ്റ് ആണ്. വീട്ടിൽ ഗാർഡൻ സെറ്റ് ചെയ്യുക, ഗാർഡനിലേക്കുള്ള പോട്ട് ഉണ്ടാക്കുക, അത് വെറൈറ്റി ആക്കുക, പല രീതിയിൽ ഹാങ് ചെയ്യുക, വോളിലൊക്കെ വെക്കാൻ പറ്റുന്ന പല ഐറ്റംസ് ഗാർഡന്റെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ ഒരു ഒട്ടും ക്ഷാമല്ലാത്ത സംഭവമാണ്, നല്ല റീച്ചാണ്. യൂട്യൂബിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ കണ്ടെടുത്തോളം നല്ല റീച്ചുള്ള ചാനലാണ്. ഞാൻ പലരോടും ഞാൻ പറയാറുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുള്ളത്. പക്ഷെ ചില ആളുകൾക്ക് അതിന്റെ ക്രൈസ് വേണം, അത് ചെയ്യാനുള്ള സ്ഥലം വേണം, ചെയ്യുന്നതിനനുസരിച്ച് അത് നമുക്ക് വീഡിയോ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യാനുള്ള ഒരു നോളജ് വേണം.
അതാണ് ഞാൻ ഒന്നാമത് കേട്ടോ. രണ്ടാമത് ഞാൻ ഫോക്കസ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ് ഫുഡ്. ഈ കുക്കിംഗ് പാത്രങ്ങൾ ഉണ്ടല്ലോ, അത് ഓരോ ഷോപ്പിൽ പോയിട്ട് വീഡിയോ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് അൺബോക്സിങ് ചെയ്യുന്ന രീതിയിൽ ഈ പാത്രങ്ങളുടെ വീഡിയോസ്, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ്, ഡെക്കോർ ഐറ്റംസ്, കണ്ടന്റ് ക്ഷാമല്ലാത്തൊരു സംഭവമാണ്. ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി വ്യൂ ഉള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇതിന്റെ റെഫറൻസ് വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ചാനലോട് കൂടി തന്നെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. കാരണം അത്രമാത്രം ചാനലുകൾ തന്നെ നല്ല ക്ലിക്ക് ആയിട്ട് ഉണ്ട്, നല്ല റവന്യൂ കിട്ടുന്നതാണ്. കാരണം അതിന് CPR ഒക്കെ കുറച്ച് കൂടുതലായിക്കാറും, അപ്പോൾ നല്ല രീതിയിൽ റവന്യൂ കിട്ടും. പിന്നുള്ളത് ഹോം ഡെക്കോർ ആണ്. ഹോം ഡെക്കോർ എന്ന് പറഞ്ഞാൽ ഐറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഐറ്റംസ് ചെയ്യുന്നതല്ല, ഇന്റീരിയർ ആയിട്ട് ചെയ്യുന്നത്. അതിന് ടിപ്സ് എന്താന്ന് വെച്ചാൽ ആദ്യം വീട് ആകെ നലങ്കോലാക്കി വെക്കുക, എന്നിട്ട് നമ്മൾ നന്നാക്കുക. ഓരോ ഭാഗത്തും ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫോക്കസ് കൊടുക്കുന്ന ബെഡ്റൂമിന്റെ ഇതാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് അവിടെ നിന്ന് നാശാക്കി കൊടുക്കുക. കംപ്ലീറ്റ് നാശാക്കുക എന്ന് പറഞ്ഞാൽ കുറെ ഡ്രസ്സൊക്കെ ഉണ്ട് വാരി വലിച്ച്, ബെഡ്ഷീറ്റൊക്കെ കൊണ്ട് നാശാക്കി, വേണമെങ്കിൽ ബെഡോ ഒക്കെ ഒന്ന് തിരിച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഷൂട്ട് ചെയ്യാം, അതിനുശേഷം അതിങ്ങനെ ക്ലീൻ ആക്കുന്നത് ഷൂട്ട് ചെയ്യാം. ഇനി അതെല്ലാം നമുക്ക് ഏതെങ്കിലും വോള് നമുക്ക് ഇന്റീരിയർ ആയിട്ട് നമ്മളേതായ രീതിയിൽ ചെറിയ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇനി പേപ്പർ ഉണ്ടോ ടിഷ്യൂ ഉണ്ടോ, ഇനി അതെല്ലാം വേറെ എന്തെങ്കിലും ഐറ്റംസോട് നമുക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ ഡിസൈനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഇന്റീരിയർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാം. നല്ല റീച്ച് കിട്ടുന്ന നല്ല ടോപ്പിക്കാണ്, നല്ല റവന്യൂ കിട്ടുന്ന ടോപ്പിക്കാണ് കേട്ടോ. നാലാമത് വരുന്നത് കഥ പറയാൻ ഇഷ്ടമുള്ള ആളുകളാണ് ഒട്ടുമിക്ക പെണ്ണുങ്ങളും. ചില ആളുകൾ കഥ നല്ലപോലെ എഴുതുന്നവരുമാണ്. ഈ കഥ നമുക്ക് റീച്ച് ഉണ്ടാക്കാൻ നല്ല ടോപ്പ് 5 പെട്ട ഒന്നാണ് കേട്ടോ. ചിലവരുടെ അവരുടെ കഥയായിരിക്കും, അല്ലെങ്കിൽ വേറുള്ളവരുടെ കഥയായിരിക്കും. ഒരിക്കലും ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ സൂര്യറ്റോ അങ്ങനെ ഏതൊരു ചാനലിലെയോ കഥകൾ എടുക്കരുത്. മറ്റുള്ള ബുക്കിലെ കഥകൾ നമ്മൾ വായിക്കാൻ പാടില്ല. നമ്മുടേതായ കഥകൾ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട രീതിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആവാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കഥകളുടെ ചാനൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നല്ല റീച്ചിലുള്ള സംഭവമാണ്, നല്ല വാച്ച് അവർ കയറുന്ന സംഭവമാണ്. 8 മിനിറ്റിന്റെ 10 മിനിറ്റിന്റെ മേലെ, ഇനി അരമണിക്കൂറിന്റെ കഥകൾ ഇടുകയാണെങ്കിൽ പോലും നല്ല ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ ആളുകൾ കേട്ടിരിക്കും, പ്രത്യേകിച്ചും പെണ്ണുങ്ങൾ തന്നെ കേട്ടിരിക്കും. അപ്പോൾ അത്തരം ടോപ്പിക്ക് നിങ്ങൾക്ക് അങ്ങനെ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തേക്കോ. പിന്നെ ലാസ്റ്റ് വരുന്നത് സീരിയൽ എപ്പിസോഡാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ചാനലുകൾ ഉണ്ടാകുന്ന സീരിയൽ എടുക്കാന്നല്ല, അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും പണി കിട്ടും. അത് എടുത്തിട്ടും പണി കിട്ടാത്ത രീതിയിൽ ചെയ്യുന്ന പല ആളുകളും ഉണ്ട് കേട്ടോ, മഹാന്മാരെന്നൊക്കെ പറയാം. കാരണം അവരെ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ കുറച്ച് ഉടായ്പ പരിപാടിയാണ്. അതിനെക്കാട്ടി നല്ലത് നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാം, സീരിയൽ എപ്പിസോഡുകൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു കഥ എടുക്കുക, അതിന്റെ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് അഭിനയിക്കാം, സംസാരിക്കാം, അല്ലെങ്കിൽ ആക്ഷൻ ചെയ്തിട്ടോ ക്രാഫ്റ്റ് ചെയ്തിട്ട് വരെ സ്റ്റോറീസ് ഉണ്ടാക്കുന്നവരുണ്ട്. ഐഡിയാസ് നമ്മളതാണ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ചെയ്യുന്നത് നമ്മളാണ്. പക്ഷെ നല്ല അടിപൊളി കണ്ടന്റ് ആണ് കേട്ടോ ഈ ഒരു സീരിയൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞത്. ഇനി ക്രാഫ്റ്റ് അറിയുന്ന ആളുകൾക്ക് ക്രാഫ്റ്റ് രീതിയിൽ തന്നെ വീഡിയോസ് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. ഇനി ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനി മോട്ടിവേഷൻ, യോഗ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ ക്രാഫ്റ്റിൽ ചെയ്യുന്നവരുണ്ട്. ഹെൽത്ത് ടിപ്സിന്റെ രീതിയിൽ അവർ ക്രാഫ്റ്റിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽത്തിന്റെ വീഡിയോസിനൊക്കെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഡോളർ കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ, റവന്യൂ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം യെല്ലോ ഡോളറിലാണ് പലപ്പോഴും കിട്ടുക. പിന്നെ അത് റിവ്യൂ ചെയ്ത് യെല്ലോ മാറി ഗ്രീനിലോട്ട് മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് റവന്യൂ കിട്ടുള്ളൂ. അപ്പോൾ ലാഗിങ് വരും. നമ്മൾ അപ്ലോഡ് ചെയ്ത് അന്ന് തന്നെ നമുക്ക് പബ്ലിക് ആക്കണം എന്നില്ല, ആക്കാൻ പറ്റണം എന്നില്ല. അപ്പൊ അത് മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഹെൽത്ത് ടിപ്സ് ടോപ്പിക് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നല്ല ഫേസ് കാണിക്കാത്തവർ കേട്ടോ. ഫേസ് കാണിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ചില വീഡിയോസിനൊന്നും റവന്യൂ കിട്ടാൻ ചാൻസ് ഒന്നുമില്ല, പക്ഷെ ചാനൽ റീച്ച് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത്തരം ടൈപ്പ് ഓഫ് സംഭവങ്ങളാണ് കേട്ടോ. ആദ്യത്തെ 10 വീഡിയോസും പിന്നെ അല്ല 10 ചാനലും ഇപ്പോഴത്തെ 5 ചാനൽ, ഇപ്പോഴത്തെ ലാസ്റ്റ് പറഞ്ഞ 5 ചാനൽ ഭയങ്കര ടോപ്പ് ചാനലാണ്. ഇതിൽ ഏതെങ്കിലും കണ്ടന്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും നമ്മൾ പഠിച്ച് ചെയ്യാം, കൂടെ ഒരു മെന്റർഷിപ്പ് എടുക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എപ്പോഴും മുഷിച്ചിൽ വരാൻ, വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല, റീച്ച് ഇല്ല എന്നൊക്കെ സങ്കടപ്പെട്ടിരിക്കാം. അതിനെക്കാട്ടി നല്ലത് പറ്റുവാണെങ്കിൽ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് കോഴ്സിലൂടെ കയറി അതിന്റെ വീഡിയോസ് കണ്ട് നമ്മുടെ മെന്ററിങ് അറ്റൻഡ് ചെയ്ത് വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി നിങ്ങളുടെ ചാനൽ ഒന്ന് റിവ്യൂ ചെയ്യണം എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ നോക്കിയിട്ട് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കൺഫ്യൂഷൻ ഉള്ള രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ 5-6 വർഷമായിട്ട് യൂട്യൂബിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. നമ്മുടെ കീഴിൽ ഷീ ക്രിയേറ്റേഴ്സ് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ലേഡീസിന് അതിലേക്ക് ജോയിൻ ആവാം. താല്പര്യമുള്ളവർക്ക് അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പം ഇതുപോലെയുള്ള നല്ല ടോപ്പിക്കായിട്ട് ഞാൻ ഇനിയും വരാം.
അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, എന്നാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ടാറ്റാ, താങ്ക് യു.